Next up is a skit by Brother Freddie and group. It's a beautiful parable from the Bible for today's youth. Please do watch and enjoy. 21-ാം നൂറ്റാണ്ടിലെ യുവജനങ്ങളെ പറ്റി ബൈബിളിലെ ഒരു ഉപമയുടെ ചുവട് പിടിച്ച് നടത്തുന്ന സ്കിറ്റ് അവതരിപ്പിക്കുന്നത് ബ്രദർ ഫ്രെഡി ആൻഡ് ഭാര്യ സോസാമ, രണ്ടാൺമക്കൾ, മൂത്തയാൾ പോൾ, ഇളയവൻ പീറ്റർ. സ്നേഹത്തോടെ എല്ലാവരും അവനെ കൊച്ചുമോനെന്ന് വിളിക്കും. കുഞ്ഞുനാൾ മുതൽ അപ്പച്ചനും അമ്മച്ചിക്ക് കൊച്ചുമോനോട് ഇത്തിരി വാത്സല്യം കൂടുതലുണ്ട്. ഇളയ മോനല്ലേ, പോളിന് അതിലെപ്പോഴും പരാതിയുമുണ്ട്. കൊച്ചുമയിലും ഭാര്യയും ദൈവത്തെ സ്നേഹിച്ച് സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ദൈവസഭയുടെ എല്ലാ ആവശ്യങ്ങളിലും അവർ മുമ്പിലുണ്ട്. രണ്ടാൺമക്കളെയും വേണ്ട ഉപദേശങ്ങളും സൺഡേ സ്കൂൾ പഠനവും ഒക്കെ കൊടുത്താണ് ചെറുപ്പം മുതൽക്കേ വളർത്തിയത്. മൂത്തയാൾ പോൾ പറയത്തക്ക സ്വഭാവ ദോഷങ്ങളൊന്നുമില്ല. ബിസിനസ് കാര്യങ്ങളിൽ കൊച്ചുപൈലിയെ സഹായിക്കുന്നു. ഏകദേശം 200ഓളം ജോലിക്കാർ കൊച്ചുപൈലിക്ക് വിവിധ സ്ഥാപനങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ കൊച്ചുപൈലിയുടെ പ്രശസ്തിയും പ്രതാപവും നമുക്ക് ഊഹിക്കാമല്ലോ. ഇളയ മകൻ കൊച്ചുമോൻ പഠനവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലാണ്. പ്രായത്തിൻ്റെയോ അതോ പണത്തിൻ്റെ അഹങ്കാരമോ സുഹൃത്തുക്കളുടെ സ്വാധീനമോ കൊണ്ടോ എന്നറിയില്ല, വീട്ടുകാർക്ക് എന്നും തലവേദനയാണ്. അനുസരണ ഒട്ടുമില്ല. കൊച്ചുപൈലിയും ഭാര്യയും അവന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. എല്ലാം ഒരു നാൾ ശരിയാകുമെന്ന പ്രത്യാശയിലാണ് രണ്ടുപേരും. നമുക്ക് അവരുടെ വീട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. എവിടെ പോയി കിടക്കുന്നു? എടി ശോശാമേ, എടി ശോശാമേ, ഓ ഇവിടെ എവിടെ പോയി കിടക്കും? ഏത് നേരം നോക്കിയാലും ഒരു ചൂലും പിടിച്ചോണ്ടിരിക്കുന്നത് പോയിക്കാറ്. എന്നിട്ട് ഞാൻ ചെയ്യാൻ നീ എത്തിയോ? ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. പണിക്കാർക്കൊന്നും അത്ര കൃത്യമായിട്ട് ചെയ്യാറില്ല. ഞാൻ ചുമ്മാ കൂട്ടും പറഞ്ഞു ചെയ്യുമായിരുന്നു. അച്ഛനെന്തോ വിളിച്ചല്ലേ? ആ പോകണം വിളിച്ചായിരുന്നു. ഇല്ലല്ലോ, എന്താ പറ്റി? ഞാൻ അവനെ ബാങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടതാ, ഒരു 5 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടി. നാളെ 2-ാം തീയതി ആയിരിക്കും ശമ്പളം കൊടുക്കണ്ടായോ. അവനെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കണ്ടേ? എന്റെ കർത്താവേ, 5 ലക്ഷം രൂപ എടുക്കാൻ പോളിന് പറഞ്ഞിട്ടോ? എന്റെ ദൈവമേ, ഇന്നത്തെ കാലം വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റാ. നിറയെ കള്ളന്മാരാ. അതോ എനിക്ക് വയ്യ, പേടിച്ചിട്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഇരിക്കുക. അച്ഛനോട് കൂടെ പോകാൻ മേലായിരുന്നു. ഓ, രാവിലെ ഒരു ചെറിയ തലവേദനയാണ്. പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവനെ കൂടെ ഒന്ന് പഠിപ്പിക്കണ്ടേ? അവനും ഒന്ന് പഠിച്ചിരിക്കട്ടെ. എളവനെ ഇതൊന്നും വിശ്വസിച്ച് ജയിപ്പിക്കാൻ പറ്റത്തില്ലേ? ഓ, അത് ശരിയാ. കൊച്ചുമാനാണെങ്കിൽ നമ്മള് പൈസ കൊണ്ട് എപ്പ സ്ഥലം വിട്ടെന്ന് ചോദിച്ചാൽ മതി. ആ, എന്തേലും ആവട്ടെ. വണ്ടി വന്നു പോകുന്നുണ്ടോ? ഫോൺ വരുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഭയങ്കര ട്രാഫിക് ശരി, എന്നാ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇറങ്ങിയേക്കാം. നീ ആ കൊച്ചുമോനെ ഒന്ന് വിളിച്ചു നോക്കാം. എവിടെ ആണെന്നൊന്ന് അറിയാമല്ലോ. എത്ര ദിവസമായി വീട്ടിലോട്ടൊന്ന് വിളിച്ചിട്ട് വല്ലപ്പോഴും വന്ന് അപ്പനെയാണെന്ന് കണ്ടിട്ട് പോകാൻ പറ. അവനെ വിളിക്കുന്ന കൊള്ളാം. ഇത്തവണ കാശിന്റെ കാര്യം പറഞ്ഞ് ഞാൻ വിഷയം ഉണ്ടാക്കും. എന്തിനു വേണ്ടി പൈസ ചെലവാക്കുന്നത്? കഴിഞ്ഞ ആഴ്ച കൊണ്ട് ബൈക്ക് ഇടിപ്പിച്ചുകൊണ്ട് പൈസ കൊണ്ട് അമ്പതിനായിരം കൊണ്ടതാണ്. അവൻ ശരിയാവത്തില്ല അമ്മേ. അവൻ ശരിയായ കാക്ക മലന്ന് പറഞ്ഞു. അമ്മേ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. കൊച്ചുമോന്റെ മുറിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഒരു ബാച്ചിലർ അക്കോമഡേഷന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഇവിടെ കാണാം. കൊച്ചുമോന് 2 സുഹൃത്തുക്കളാണുള്ളത്, ടോമും മറിയയും. 2 പേരും ആവശ്യത്തിന് സമ്പത്തൊക്കെയുള്ള വീട്ടിൽ നിന്നാണ്. 2 പേരും വളരെ തന്ത്രശാലികളാണ്. അവരുടെ എല്ലാ ചെലവുകളും അവർ കൊച്ചുമോനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അതിനുള്ള എല്ലാ അളവുകളും അവർക്കറിയാം. പാവം കൊച്ചുമോൻ അവരെ തന്റെ ഒറ്റ സുഹൃത്തുക്കളായി കരുതുന്നു. സഹോദരങ്ങളെ,
ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലെ പല സുഹൃത്തുക്കളും. ഇത് നമുക്ക് അവരുടെ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കാം. നാട്ടിൽ പോകുന്നുണ്ടോ? എടാ, who wants to go in that mess? നാട്ടിൽ നീ എന്തോ ഈ അടിപൊളി ജീവിതം വിട്ട് നാട്ടിൽ പോകണം. വട്ടം ആ നാട്ടിൽ നിന്റെ അമ്മ തന്നെയാടാ അമ്മയ്ക്ക് ഒരു ജോലി ഇപ്പൊ. ഹലോ, സുഖമായിരുന്നു. ഞാനെവിടെ പോകാൻ ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ഉള്ളു. ഉറപ്പാണോ? ഞാനോ ഫുൾ ടൈം പഠിത്തോ? ഇത് രാത്രി ഉറങ്ങാതെ പഠിച്ചു തുടങ്ങി. അത് ഇപ്പൊ ഒന്നും നാട്ടിൽ വരാൻ നോക്കുന്നില്ല. പ്ലീസ് മനസ്സിലാക്കും. ഫുൾ ടൈം പഠിത്തം. എനിക്ക് ഫുൾ ടൈം പഠിത്തം. അതുകൊണ്ട് എക്സാം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലോ. ഓക്കെ ഓക്കെ ശരി ഓക്കെ. നീ എന്നാ പറഞ്ഞേ? ഉറങ്ങാതിരുന്ന് പഠിക്കാനൊക്കെ അവൻ ഉറങ്ങാതൊക്കെ ഇരിക്കും. അവൻ ഉറങ്ങാതിരിക്കുന്ന മൂവി കാണാനല്ല, അവന്റെ ഉറങ്ങാതിരുന്നുള്ള ഒരു പഠിത്തം. നീ കൊള്ളോടാ. എനിക്കറിയാലോ അമ്മയുടെ ഒരു സ്വഭാവം. എപ്പം നോക്കിയാലും നാട്ടി വാ നാട്ടി വാ നാട്ടി വാ. എടാ നീ ഒന്നും നാട്ടിൽ പോകുന്നത് നല്ലതാണ്. എടാ ഞാൻ നിന്നോട് ആദ്യം എന്തോ പറയാം, എനിക്ക് ഇഷ്ടമല്ലെന്ന് അർത്ഥം. എടാ പോകണ്ടാണ്. എടാ അതൊന്നുമല്ല, നമ്മുടെ ബാങ്കിലുള്ള പൈസ ചെയ്യാതെ ഇനി പൈസ ബാങ്കിൽ നിന്റെ പപ്പ കഴിയണതാ. എന്തോ പറഞ്ഞേ പൈസ തീർന്നാണ്. എടാ 2 വീക്ക് മുമ്പിൽ പപ്പ എന്റെ 50,000 അയച്ചു. അതൊക്കെ നീ എവിടെ തീർത്തു? എടാ ഇനി അങ്ങനെ പറയില്ല. ഞാൻ ഇപ്പൊ മമ്മിയോട് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 1-2 വീക്ക് നീ അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ കയ്യിൽ കാശ് അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. എന്റെ കയ്യിൽ ഒരു നയ പൈസ ഇല്ല. ഡാഡി എന്ന കാശ് എല്ലാം തീർന്നേ. കഴിഞ്ഞ മാസം തന്നെ നാടും കിട്ടതേ ഉള്ളൂ. ബ്യൂട്ടി പാർലറിൽ കൊടുക്കാൻ പോലും തികഞ്ഞില്ല. എടാ എന്റെ കാര്യം നിനക്ക് അറിയാലോ, പപ്പയാണെങ്കിൽ കറക്റ്റ് ഹോസ്റ്റൽ ഫീ മാത്രം അയച്ചത്. അതുകൊണ്ട് എന്താവാ നാട്ടിൽ ചോദിച്ചു വളർന്നില്ലയോടെ നമ്മുടെ കാശുകാരന് കുറച്ചടുത്ത് മാറ്റിക്കൊണ്ട് മാറി. നിങ്ങൾക്ക് വേണ്ടി മാത്രം കേട്ടോ. നിങ്ങൾ 3 പേര് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ നാട്ടിൽ പോകും. പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നോ വറീസ്. എന്തായാലും സമയമായി. ഞാൻ ഒന്ന് ടൗണിൽ വരുമ്പോൾ നീ വന്നോ. താങ്ക്സ്. ഓക്കെടാ. നിങ്ങൾ ഒരു കേസ് കൂടി മേടിച്ചോ. കള്ളം പറഞ്ഞല്ലേടാ നിന്റെ അക്കൗണ്ടിൽ ഒരു നയ പൈസ ഇല്ലെന്ന്. നീ ഒരു പുലിയാന്നൊക്കെ എനിക്ക് അറിയാം. എന്തായാലും നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അവന് പൊക്കി വിട്ടേച്ചാൽ മതി. നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും, നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിൽ കിടക്കുകയും ചെയ്യും. നിന്റെ പ്ലാൻ അടിപൊളി. കണ്ടാ പറയും ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. കഴിഞ്ഞ മാസത്തെ അക്കോമഡേഷൻ ഫീസും ബ്യൂട്ടി പാർലർ ബിൽസും ഞാൻ അവന്റെ പൈസ കൊണ്ടാണ് ഒപ്പിച്ചത്. എന്നിട്ട് ഡാഡ് എന്ന കാശ് കൊണ്ട് ഞാനൊരു സാംസങ് അങ്ങ് വാങ്ങി. ഓഹോ, അപ്പൊ നീ എന്നെ കടത്തി വെട്ടി. നീ പുലിയല്ല, നീ പുലിയ. പിന്നെ അവൻ എങ്ങനെയും ജീവിക്കണ്ടേ, നമുക്കെന്താ? നമ്മൾക്ക് നമ്മുടെ കാര്യം നടക്കണം. It's getting time. Okay, da. See you. Okay. Okay, see you tomorrow. Okay, see you. Bye. That's so fun. പരദൂഷണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട.
പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലോ? അതെന്താ അവളെ വിളിക്കുന്നേ? അവള് നമ്മുടെ ഏരിയയിലല്ലോ. നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിന് പോവാമെന്ന് നമ്മൾ ലേറ്റ് ആയി പോകും കേട്ടോ. പിന്നെ അവളുടെ മോന്റെ പുതിയ വിശേഷം അവൾ പറയുന്നത് പുതിയ വിശേഷം അതെന്താ ആ കുറ്റം കേട്ടാനോ? പിന്നെ അവരെന്തോ പ്രശ്നത്തിൽ പോയോ? നിനക്കറിയാമോല്ലോ? അതെ, അവന്റെ അച്ഛനും അമ്മയും അവനെ പെറ്റ് ഡോക്ടർ ആണല്ലോ. പിന്നെന്താ? അമ്മയുടെ പൈസ കൊണ്ട് അടിച്ചു അയ്യോ എന്റെ കർത്താവേ. അവനാണെങ്കിൽ മുടിയൊക്കെ വളർത്തി പെണ്ണുങ്ങളെ പോലെ വളർത്തുന്നത്. അത് ശരി, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നെന്നാണല്ലോ അമ്മയെ എപ്പനും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയാണോ അവൻ നടക്കുന്നത്? എന്ത് ചെയ്യാനാ? ഇപ്പം അവര് വലിയ ആളുകളല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതാ അതിനിപ്പോ പെണ്ണിനെ കണ്ടാലും ആണിനെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റും. എല്ലാം ശരിയായിട്ടല്ലേ കിടക്കുന്നത്. ഫാഷനോ എന്തോ കൊണ്ടാ എന്ത് പറയാനാ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ ശോശാമ്മയെ വിളിക്കാൻ പോയി. ശോശാമ്മേ, അയ്യോ ഒരു റിപ്ലൈ ഇല്ല കേട്ടോ. അവിടെ ഒളിക്കുന്നവളും ആ കേട്ടോ. എന്തായാലും മീറ്റിങ്ങിന് ഉള്ള വിശേഷമൊക്കെ എല്ലാവരോടും പറയുമ്പോ എന്നാൽ ഒരു കാര്യം ചെയ്യണം, നമുക്ക് മീറ്റിങ്ങിൽ പോയി ആ കുരുത്തം കെട്ടവരെ കുറിച്ചൊന്ന് പ്രാർത്ഥിച്ചൊരു ആലോചന മേടിക്കാം. പോകാം നമുക്ക്. സുഹൃത്തുക്കളുടെ ഉപദേശം കേട്ട് കൊച്ചുമോൻ നാട്ടിലെ സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പച്ചന്റെ കയ്യിൽ നിന്ന് എങ്ങനെയും കുറച്ച് പണം കൂടി ലഭിക്കണം. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം അവൻ ചെയ്യുന്നത് ശരിയല്ലെന്ന്. കാരണം 2 ആഴ്ചയായുള്ളൂ 50,000 രൂപ ഫീസിനും മറ്റുമുള്ള ചെലവിനായി ലഭിച്ചിട്ട്. സാധാരണ രീതിയിൽ 3 മാസത്തേക്കുള്ള പണമുണ്ട്. എങ്കിലും അവന്റെയും സുഹൃത്തുക്കളുടെയും ധാരാളിത്തം കൊണ്ട് എല്ലാം തീർന്നു. പക്ഷെ ഏത് രീതിയിലും കുറച്ചുകൂടി പണം അവന് കിട്ടിയേ തീരൂ. കാരണം അവന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അവന് ഇതൊരു അഭിമാന പ്രശ്നമാണ്. അപ്പച്ചൻ തന്നില്ലെങ്കിലും അമ്മച്ചിയെ സുഹൃത്ത് എങ്ങനെയും പണം മേടിക്കണമെന്ന ലക്ഷ്യമായാണ് അവൻ വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ കൊച്ചു പൈലിയുടെ വീട്. അമ്മേ, പോയി അമ്മ എന്നെ പോയി കേട്ടോ. അമ്മേ, ആരാ വിളിച്ചല്ലോ? ആരും കാണുന്നില്ലോ. ആര് തോന്നിട്ടേ? ആരും എന്റെ ദൈവമേ, എന്റെ ചിക്കൻ കറി അടുപ്പയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. കർത്താവേ, അമ്മേ, ഇതാരാ മുടി നീട്ടിട്ട് വീട്ടിൽ കയറിയിരിക്കുന്നത്? എന്റെ കർത്താവേ, ഇതാരും കൊച്ചുമോനോ? എന്തോന്നാ കുഞ്ഞെ നിന്റെ ഈ കോലം? എടാ, നാണവും മാനവും വേണോടാ കുഞ്ഞെ. എനിക്കൊരു പെൺകുഞ്ഞിലാണോ കുഞ്ഞെ ഈ കോലം കെട്ടിക്കൊണ്ടാണ്? ഞാൻ ഇവരെ കൊണ്ട് മടുത്തു. സഭയിലാണെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഓടിച്ചാ ഞാൻ നടത്തുന്നത്. മനുഷ്യരുടെ മുഖത്ത് നോക്കാനേ വയ്യ. എന്തിനാ കർത്താവേ ഇങ്ങനെ ഒരു സാധനം? എപ്പോ നോക്കിയാലും ഇതേ ഉള്ളൂ. വന്നപ്പോ തൊട്ട് തുടങ്ങി. അമ്മ ഇതുകൊണ്ട് നോക്കിയാൽ മാത്രമേ ഞാൻ ഇവിടെ വരാതിരിക്കുന്നത് കേട്ടോ. എന്റെ പേഴ്സണൽ സ്റ്റൈലും പേഴ്സണൽ ലൈഫ് പ്ലീസ് ഇൻവോൾവ് ഒന്നും ആവാതെ എനിക്ക് ഇങ്ങനെ എന്റെ കുഞ്ഞിനെ എട്ടോ കാണിച്ചോണ്ടാ ഈ നടക്കുന്നേ. ഏതായാലും പോട്ടെ, നീ ദേഷ്യപ്പെടാതെ. അമ്മച്ചി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ കറി ഒന്നും കഴിക്കാനല്ല വന്നത്. പിന്നെന്തോ പറ്റി? ഇവിടെ ഒരു കുറച്ച് സീരിയസ് കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഓ, എന്നും സീരിയസേ ഉള്ളൂ. ജനിച്ചപ്പോ തൊട്ടേ ഇങ്ങനെയാ. എനിക്ക് കുറച്ച് കാശിന്റെ ഒത്തിരി ആവശ്യമുണ്ട്. പ്ലീസ് ഡാഡിനോട് പറഞ്ഞ് മേടിച്ചു തരാം. മനസ്സിലായോ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഡാഡിന്റെ വീട്ടിൽ. നിനക്കറിയാലോ അപ്പച്ചന് അതൊന്നും ഇഷ്ടമില്ലെന്ന്. ഞാൻ തുടങ്ങി. അമ്മ ഡാഡും പോപ്സ് ഒക്കെ ബാംഗ്ലൂരിൽ എല്ലാവരും വിളിക്കുന്നത്. എനിക്ക് എന്റെ സ്റ്റേറ്റസ് കീപ് ചെയ്യണം. കാശ് കൊടുത്ത് പഠിപ്പിച്ചതിന് പ്രയോജനമുണ്ട്. ഏതായാലും ഇവിടെ പൈസ ഒന്നും ഇല്ല. അല്ല, 2 ആഴ്ച മുമ്പല്ലേ നിനക്ക് 50,000 രൂപ അപ്പച്ചൻ അയച്ചെന്നേ? അതെല്ലാം തീർത്തോ? ജീവിക്കണം, എല്ലാം ചെയ്യാൻ
കർത്താവേ 50,000 രൂപ 2 ആഴ്ച കൊണ്ട് തീർന്നു. എന്തുവാടാ കുഞ്ഞെ, നീ എന്താ വിചാരിച്ചേ? പൈസക്ക് ഒരു വിലയൊന്നും ഇല്ലേ? പ്ലീസ് പറയുന്ന കേട്ട് മടുത്തു ഞാൻ ഇത് കേട്ട് പ്ലീസ് ഒന്ന് പോയി മേടിച്ചതാ. പറ്റത്തില്ല, അപ്പച്ചൻ അകത്തുണ്ട്, കേട്ടാലോ പ്രശ്നം. നീ എന്നോട് പിണ്ടാതെ ആ ചോറുന്നാ. ഞാൻ പറഞ്ഞില്ലേ ചോദ്യം അല്ലെന്ന് വന്നേ. എന്റെ കർത്താവേ, ഞാൻ മടുത്തു. ഈ ഡ്രാമ എനിക്ക് ഇഷ്ടമല്ല അമ്മയെ. കൊച്ചുമോനോ എന്തുവാണ് അതിന്റെ കോലം? മൈക്കിൾ ജാക്സൺ നീ ഉസൈൻ ബോൾട്ട് നല്ല മുടിയില്ല, അപ്പത്തെ നല്ല മുടിയില്ല. എനിക്ക് വിഷമം നമ്മൾ ചോറുണ്ട്. നിങ്ങൾ ഞാനിവിടെ ഒരു കാര്യം പറയാനാണ് പ്ലീസ് എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ. എന്താണെന്ന് പറയട്ടെ. എന്താണ് കാര്യം? എനിക്ക് കുറച്ച് ക്യാഷ് വേണം. നീ കഴിക്കട്ടാ. സംസാരിക്കാമോ? നീ നിർത്താൻ നിനക്ക് എന്താണോ വേണ്ടി? എനിക്ക് കുറച്ച് കാശ് വേണം. നിനക്ക് നല്ല കാശൊക്കെ എന്തിയെ? എനിക്ക് ചെലവല്ലേ, അതെല്ലാം തീർന്നു. നിനക്ക് ഇനി കാശ് തരാൻ എന്റെ കാശൊന്നുമില്ല. ഇവിടെ കാശുണ്ടാക്കുന്ന മരമൊന്നുമില്ല. കാശുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പോലെ നിനക്കറിയാമോ? ചെലവല്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ എല്ലാം തീർന്നു. ഇവിടെ നിനക്ക് തരാൻ കാശില്ല. അതെന്താ ഇല്ലാതെ? നിങ്ങൾക്ക് നാട്ടുകാർക്ക് കൊടുക്കാറുണ്ട്, ചർച്ചിന് കൊടുക്കാറുണ്ട്. ഞാൻ മാത്രം ചോദിക്കാൻ ഒന്നും കൊടുക്കാറില്ല. അമ്മച്ചി ഇവിടെ മാറി. നീ അപ്പോഴാണ് ചെയ്തതെന്ന് ഞാൻ നോക്കുന്നില്ല. എന്നിട്ടാണ് നിങ്ങൾ തിരിച്ചു എന്തോ പറഞ്ഞാലും ഞാൻ ഇനി ഇവിടുത്തെ കാശ് എടുത്തോണ്ട് പോകും. എന്തോ പറഞ്ഞാലും ഞാൻ ഇവിടുത്തെ പോകില്ല. അപ്പത്തോട് കാശ് എടുക്കുക. I need half of the share, half of the profit. Yes. അതൊന്നും എനിക്ക് ലാഭം വേണ്ട. ഈ വീട്ടിലെ കാണുന്നവർ ഞാൻ തീരുമാനത്തോടെ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. സേഫ് മാറ്റിയത് ഈ ചോദിച്ച പ്രകാരം ഇത്രയും നാളെ കഷ്ടപ്പാട് ഉണ്ടാക്കിയ സ്വത്തിന്റെ പകുതി നിനക്ക് ഞാൻ തരും. ഇതുകൊണ്ട് നന്നായി ജീവിക്കാം. ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. നീ വിട്ടാൽ എനിക്ക് പോകാൻ കുഴപ്പമില്ല. അവൻ ചോദിച്ചത് കൊണ്ടുപോയി ജീവിക്കും. ഒരേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടാ. ഇത് അനുഗ്രഹം കൊടുത്താൽ എനിക്കൊക്കെ എനിക്കൊന്നും കാണാനില്ല, ശക്തിയില്ല. ഞാൻ ഭയങ്കര നിഷേധിക്കണം. നമ്മുടെ 2 മക്കളും ഇങ്ങനെയായി പോയല്ലോ. ഒന്നും മിണ്ടാതിരുന്ന പോളത്തിനും പ്രതികരിക്കാൻ തുടങ്ങി. നമ്മൾ എന്താ ചെയ്യേണ്ട അച്ചായ? നമുക്ക് പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടല്ലോ. ദൈവം പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, പിതാവിന്റെ കയ്യിൽ നിന്ന് വീതവും വാങ്ങിപ്പോയ പീറ്ററിന് കയ്യിലുള്ള പണമെല്ലാം തീർന്നു. നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാമെന്നാൽ ഒരു നല്ല ജോലിയും അവന് കിട്ടിയില്ല. 2 താൽക്കാലികമായി ജോലിക്ക് ചേർന്നുവെങ്കിലും അവന്റെ ഉത്തരവാദിത്തമില്ലായ്മ മൂലം ഒന്നിലും സ്ഥിരമായി നിൽക്കാൻ സാധിച്ചില്ല. അവന്റെ സുഹൃത്തുക്കൾ 2 പേരും നല്ല ഹോസ്പിറ്റലിൽ ജോലിക്ക് ചേർന്നു. എല്ലാം നഷ്ടപ്പെട്ട പീറ്റർ അവന്റെ സുഹൃത്തുക്കളുടെ അടുത്ത സഹായത്തിനായി ചെന്നു. എന്നാൽ അവരാരും 1 രൂപ പോലും കൊടുത്തില്ല. അവരെ കണ്ടാൽ അവർ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമായി. പാവം പീറ്റർ വിശപ്പ് കൊണ്ടും ക്ഷീണം കൊണ്ടും വലഞ്ഞു നടക്കുകയാണ്. വീട്ടിലേക്ക് പോകാൻ വയ്യ. എന്ത് ജോലിയും ചെയ്യാൻ അവൻ തയ്യാറാണ്.
ചുമട്ട് ജോലിക്ക് പോലും ആരും അവനെ എടുത്തില്ല. അവസാനം അലഞ്ഞ നടന്ന് ആരോ പറഞ്ഞറിഞ്ഞതിന് പ്രകാരം ബാംഗ്ലൂരിലുള്ള ഒരു മലയാളിയുടെ വീട്ടിലെത്തി. അവിടുത്തെ ഒരു ചെറിയ മുതലാളിയാണ് അദ്ദേഹം. കുറച്ച് ഫാമുകളും മറ്റ് പല ബിസിനസ് സ്ഥാപനങ്ങളും അദ്ദേഹത്തിനുണ്ട്. സെക്യൂരിറ്റിയോട് വഴക്കുണ്ടാക്കി കൊച്ചുമോൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എന്താ ഒരു പേളം സമ്മതിച്ചിട്ടുണ്ടോ? തുമ്പോ കേട്ടായില്ലേ? പിന്നെ മലയാളം കേട്ടാൽ നീ മലയാളിയാണെന്ന് മനസ്സിലാവും. എന്ത് വേണം? ഇവിടെ എനിക്ക് ജോലിയില്ല, നീ പോയേക്കണേ. നിന്നോടല്ലേ പറഞ്ഞിട്ട് ജോലിയില്ല, നീ പോവോ? എന്തെങ്കിലും അതിന് അങ്ങോട്ട് വിടാമെന്ന് വല്ല സൂപ്പർവൈസർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. കാശൊന്നും കൊടുക്കണം, അറിയാനാ. ഇപ്പൊ ടെമ്പററി ആയിട്ട് വെച്ചാൽ മതി. ഇല്ല, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇത്ര നാൾ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്. ടെമ്പററി ആയിട്ട് വെക്കാനല്ലേ ആരറിയാനാ. എന്തായാലും നീയാണല്ലോ മോശം. പുണ്യാളത്തിന്റെ പേരൊക്കെയാണല്ലോ. ഞങ്ങളുടെ ദേവിയിലെ ഫാമിലൊരു വേക്കൻസി ഉണ്ട്. പിന്നെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞു അങ്ങോട്ട് ചെയ്ത് കേട്ടാ. കേട്ടല്ലോ, തേനിയിലെ ഫാം ഹൗസ്, വലിയ ഫാം ഹൗസ്. അവിടെ മുത്തയ്യ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി സുഖമില്ലാതെ കിടക്കാം. നീ എന്തായാലും അങ്ങോട്ട് ചെന്ന് 2 മാസം ട്രെയിനിങ് ആയിട്ടിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ശമ്പളം പിന്നെ ക്യാഷ് ചെലവിനുള്ളപ്പോ എന്ന് തരാമേ. ചെലവിനുള്ളതെന്ന് പറഞ്ഞാൽ നിനക്ക് കഴിക്കാനുള്ളതൊക്കെ അവിടെ എത്തിച്ചേക്കാൻ സമ്മതമാണോ? അതൊക്കെ പോട്ടെ, നീ എന്നാണ് പഠിച്ചാ? പിള്ളേരെ കാണിക്കുന്ന പോലെ ഉഴപ്പിച്ചിട്ട് അതായത് ഈ പരുവത്തിലെത്തിയത്. പാട്ടെ, നീ ആ പെരിയോടെ അല്ല ബാക്കി കാര്യം പിന്നെയാണ്. എന്തായാലും പിന്നാവത്തോട്ട് വാ. ഇന്നലെ പഴങ്ങഞ്ഞിട്ട് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിനക്ക് വാ. സുഹൃത്തുക്കളെ, കൊച്ചുമോന് അവിടെ അവൻ പ്രതീക്ഷിച്ചപ്പോഴുള്ള ഒരു ജോലിയായിരുന്നില്ല. അവിടുത്തെ കഠിന തണുപ്പും ഭാരമേറിയ ജോലികളും അതുപോലെ തന്നെ കൊതുകിന്റെയും മറ്റു ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങളും ഒക്കെ ആയപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ രോഗിയായി. കൃത്യമായ ഭക്ഷണമോ നല്ല ഡ്രസ്സുകളോ ഇല്ലാതെ അവൻ കൂടുതൽ ക്ഷീണിതനായി. അവിടെയുള്ള മറ്റു പണിക്കാരാണ് അവന് പഴയ ഡ്രസ്സുകൾ കൊടുത്ത് സഹായിച്ചത്. സ്കറിയെയും ഭാര്യയും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയവയില്ല. പണികൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് വിളിച്ചന്വേഷിക്കും. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ചിരുന്ന കൊച്ചുമോന് ഇതൊന്നും താങ്ങാൻ കഴിഞ്ഞില്ല. ഈ കർഷകരുടെ നടുവിൽ അവൻ തന്റെ സ്നേഹനിധിയായ അപ്പച്ചനെയും അമ്മയെയും ഓർത്തു. എന്റെ ദൈവമേ, എന്റെ അപ്പച്ചനും അമ്മച്ചിയും എത്രമാത്രം എന്നെ സ്നേഹിച്ചത്. എന്നിട്ടും അവർക്കൊന്നും ഞാൻ സാധനങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അവരുടെ സ്നേഹം മനസ്സിലാക്കാതെ എന്റെ മാതാപിതാക്കളോട് ഞാൻ എത്രമാത്രം മനസ്സിലാക്കേണ്ടി കാണിച്ചു. എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും എന്റെ അനുസരണക്കേട് മൂലം നഷ്ടപ്പെട്ടുള്ളൂ. ഒരു ഡോക്ടറായി നല്ല നിലയിൽ കഴിയേണ്ട ഞാനിപ്പോൾ ഇവിടെയാണ്. അവൻ
ചെറുപ്രായത്തിൽ സൺഡേ സ്കൂളിൽ പഠിച്ച കുടിയനായ പുത്രന്റെ കഥ ഓർത്ത് അതുപോലെയായിരുന്നു തന്റെ ജീവിതവും എന്ന് ഓർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. എന്റെ ദൈവമേ, എന്റെ മാതാപിതാക്കളെ മാത്രമല്ല നിന്നും ഞാൻ വേദനിപ്പിച്ചല്ലോ. എന്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ എന്റെ അപ്പച്ചനെ അടുത്തേക്ക് പോകുക. എന്റെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കും. എന്റെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കും. എന്റെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കും. ഈ 10,000 ആ കണക്ക് കാണിച്ചിട്ടാൽ എങ്ങനെ ശരിയാവുക നീ പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നമ്മൾ ദൈവം നമുക്ക് തരുന്ന കാശിന് നമ്മൾ ശരിയായ ഇൻകം ടാക്സ് കൊടുത്ത് വേണം ജീവിക്കാൻ. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പറഞ്ഞു. നീ നല്ലോണം അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കണക്കും അത് ശരിയായിട്ട് കാണിച്ചു നിന്നോട് എത്രയും നേരം ഞാൻ പറഞ്ഞത് എടാ തിരുമതി കാണിക്കുന്നതാ. ബിസിനസ് തിരുമതി കാണിക്കരുത്. ഞാൻ ഇവനെ കണക്കൊക്കെ ഒന്ന് പഠിപ്പിക്കുമായിരുന്നു. ഇൻകം ടാക്സിന്റെ റിപ്പോർട്ട് കൊടുക്കണ്ടായില്ലോ. ചെറുക്കനൊന്നും അറിയത്തില്ല. ഇവനെ എല്ലാം പഠിപ്പിച്ചെടുക്കണം. നമ്മളെ പഴയ പോലൊന്നുമല്ല, ഇച്ചിരി കാര്യമൊക്കെ മാറി. എന്തുവാ ഇതിനെ കൊല്ലം വേണോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. എന്തുവാ? എത്ര നാളായി നമ്മുടെ കൊച്ചുമോൻ പോയിട്ട് അവനെ പറ്റി ഒരു വിവരമില്ലല്ലോ അച്ചായ. എന്റെ അമ്മ പിന്നെ തുടങ്ങി. അച്ചായൻ അവനെ പറ്റി ഒന്നും വിളിച്ച് അന്വേഷിക്കുക. എവിടെയാണെങ്കിലും അറിയാലോ. അന്വേഷിക്കാം. ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിട്ട് അമ്മ പിന്നെ തുടങ്ങി അവന്റെ കാര്യം. അവൻ കാശ് അടിച്ചു വല്ലോ ഗർഭാടിച്ച് ജീവിക്കണം. നീ മിണ്ടാതിരിടാ. നിന്നെ പോലെ തന്നെ മേടിച്ചിട്ട് പോയില്ലേ? അത് സ്വന്തം കൊണ്ടും പോയില്ലേ? നീ അങ്ങനെ പറയാം. നിനക്കറിയാം, ഒരു അപ്പനോ അമ്മയ്ക്കും എന്നും മക്കളോട് ക്ഷമിക്കാനേ അവർ നിനക്ക് ഇതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ അറിയത്തില്ല. നീ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എന്നാ പറഞ്ഞാൽ സ്നേഹം നീ അവനെ പെണ്ണ് കെട്ടുന്നില്ല. ഞാൻ പോവാം. സാരമില്ലേ, ശരിയാവും, കുഴപ്പമില്ല. നീ ഒരു ചായ ഞാനൊന്ന് അന്വേഷിക്കാം. വല്ല തിരുവുകാരുമായിരിക്കും. ഞാൻ പോയി ചില്ലറ ഇട്ടിട്ടുണ്ടാവേ. ആ ശരി. അച്ഛനാണ് ഓ, ഉച്ചക്കാരനും ഈയിടെയായിട്ട് വലിയ റെസ്പെക്ട് ആണ്. കൊണ്ടുവരണോ? വിശക്കുന്നു തോന്നുന്നു. ഈ ശോശാമയ നീ എന്തെങ്കിലും കഴിക്കാൻ കൂടെ എടുത്തോ. അവൻ വിശക്കുന്നു തോന്നുന്നു. ഇപ്പൊ കൊണ്ടുവരണോ? എന്തൊരു നാറ്റമാണ്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുളിച്ചൂടാ. വല്ല കൊതുകും മൂട് വെക്കോടാ തയ്യാറൊക്കെ. വെള്ളമുണ്ടല്ലോ, കുളിച്ചിട്ടൊക്കെ വാ. കൊച്ചുമോനെ, കൊച്ചുമോനെ
കോലമാണ് ഇതെല്ലാം ഒരു കോലമാണ്. അതെല്ലാം നശിപ്പിച്ചു. നീ അവന്റെ മുഖത്തോടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അയ്യോ നമ്മുടെ കൊച്ചുമോനെ പോലെ കൊച്ചുമോനായത് ആ മുച്ചി കൊച്ചു എന്റെ കർത്താവ് പൈസ ഒന്നും ഞാൻ എല്ലാം നശിപ്പിച്ചിട്ടാണ്. എനിക്കൊരു ചെറിയ ജോലിയൊന്നും തന്നാൽ മതി. അതിനൊക്കെ ജോലി നമുക്ക് പരിചയമുണ്ടോ? ഞാൻ ചെയ്യാറാണ്. ഒന്ന് ശ്രമിക്കും. അവരെ ദൈവമായിട്ട് നമുക്ക് മാറ്റി തന്നതാണ്. നീ അവരോട് ക്ഷമിക്കുക. ക്ഷമിക്കാനല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ മോനെ? നിന്റെ സഹോദരനോട് ക്ഷമിച്ചില്ലേ? നമ്മുടെ കർത്താവിനോട് എങ്ങനെ ക്ഷമിക്കാം? നീ ഒന്ന് ക്ഷമിക്കേ. തിരിച്ചു വന്നില്ലടാ. എന്റെ ദൈവമേ, സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി. നിങ്ങൾ എല്ലാവരും കടന്നു വരൂ. എന്നോട് കൂടെ ഇത് സന്തോഷിക്കൂ. എന്നോട് കൂടെ സന്തോഷിക്കാൻ നിങ്ങൾ എല്ലാവരും കടന്നു വരൂ. എല്ലാവരും കടന്നു വരൂ. നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. Santosha